എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പ്രീവിയസ് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐഗൺ വാല്യൂസിനെ കുറിച്ച് മാത്രമായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ കയറുകയാണ് ഐഗൺ വെക്ടേഴ്സ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും 2x2 മെട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ. ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഐഗൺ വാല്യൂസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 2 ഐഗൺ വെക്ടേഴ്സ് ഉണ്ടാവും, കാരണം 2 ഐഗൺ വാല്യൂസ് ആണുള്ളത്. 3x3 മെട്രിക്സ് ആണെങ്കിൽ 3 ഐഗൺ വാല്യൂസ് ഉണ്ടാവും ആൻഡ് കറസ്പോണ്ടിംഗ്ലി 3 ഐഗൺ വെക്ടേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. അവിടെ വരെ സെയിം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ. ആൻഡ് എഗെയിൻ ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. 2x2ൻ്റെ കേസിലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3x3 ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, 2x2 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൺ വാല്യൂസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് A = 8 - 4 2 2. 2x2 മെട്രിക്സ് ആണ്. നമുക്ക് ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഐഗൺ മെട്രിക്സ് എഴുതണം അല്ലേ. ഐഗൺ മെട്രിക്സ് എന്ന് പറയുന്നത് A - λI ആണ്. ഇത് എഴുതാൻ വളരെ നിസ്സാരമാണ്. എന്താണ്, ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ കുറച്ചാൽ മതി. 8 - λ -4 2 2 - λ. ഓക്കെ, അപ്പോൾ A - λI ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതിയിടുക. ഇതാണ് ഐഗൺ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തെഴുതണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, ഡിറ്റർമിനൻറ്റ് A - λI = 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദെൻ 2x2 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്താണ്, λ² - ട്രേസ് ഓഫ് A × λ പ്ലസ് ഡിറ്റർമിനൻ്റ് A = എന്താണ്, 0. λ² - ട്രേസ് ഓഫ് A × λ പ്ലസ് ഡിറ്റർമിനൻ്റ് A = 0. എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ദെൻ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കുക, ട്രേസ് ഓഫ് A കണ്ടുപിടിക്കുക. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് കൂട്ടിയാൽ മതി അല്ലേ. 8 + 2 പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് കൂട്ടുക. 8 + 2 എന്താണ്, 10. ഓക്കെ, ഡിറ്റർമിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിൻ്റ് പ്രിൻസിപ്പൽ ഡയഗണൽ പ്രോഡക്റ്റ് മൈനസ് ഓഫ് ഡയഗണൽ പ്രോഡക്റ്റ്. 2 × 8 16 മൈനസ് 2 × -4 -8. 16 + 8 ആൻസർ എന്താണ് വരിക, 24. എന്താണ്, 24. അപ്പോൾ നമുക്ക് ട്രേസും കിട്ടി ഡിറ്റർമിൻറ്റും കിട്ടി. ആ 2 വാല്യൂസ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക, λ² - ട്രേസ് എന്ന് പറയുന്നത് എന്താണ്, 10 λ പ്ലസ് ഡിറ്റർമിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിൻ്റ് 24 = 0. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ ഈ കോഎഫിഷ്യൻസ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 റൂട്ട്സ് കാണിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സമ്മും പ്രോഡക്റ്റും എടുക്കാം. അപ്പം ഞാൻ നിലവിൽ എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമ്മും പ്രോഡക്റ്റും എടുക്കുകയാണ്. സം എന്ന് പറയുന്നത് -10, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 24, നമ്പേഴ്സ് എന്ന് പറയുന്നത് -6 -4. ഓക്കെ, ഈ 2 നമ്പേഴ്സ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ λ - 6 × λ - 4 = 0. അവിടുന്ന് λ - 6 = 0, λ - 4 = 0. ഇവിടുന്ന് λ = 6 എന്ന് പറയുന്ന ഒരു റൂട്ടാണ്, λ = 4 എന്ന് പറയുന്നത് റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടി, 2 ഐഗൺ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. λ = 6 എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ ആണ്. അതേപോലെ തന്നെ λ = 4 എന്ന് പറയുന്നതും ഒരു ഐഗൺ വാല്യൂ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നത്, ഐഗൺ വെക്ടേഴ്സ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 2 ഐഗൺ വാല്യൂസ് ആണ് കിട്ടിയത്. λ = 6 ഉം λ = 4 ഉം. λ = 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്താണെന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം λ = 4 ചെയ്യാം,
അല്ലെങ്കിൽ ആദ്യം ലാംഡ ഈക്വൽ ടു 6 ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ഞാൻ എനിക്ക് ചെറിയ വാല്യൂ നിന്ന് വലിയ വാല്യൂ ഇട്ട് ചെയ്യാം. ആദ്യം ലാംഡ ഈക്വൽ ടു 4 ചെയ്യാം. സോ വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 4, ലാംഡ ഈക്വൽ ടു 4, അല്ലെങ്കിൽ ഇങ്ങനെ ഹെഡിങ് കൊടുക്കാം, eigen വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 4 എന്ന ഹെഡിങ് കൊടുക്കാം. ഞാനൊരു എളുപ്പത്തിന് വേണ്ടി വെൻ ലാംഡ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് ബാക്കി എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ലാംഡ ഈക്വൽ ടു 4 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള ഐഗൺ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു ഒരു എക്സ് ഈക്വൽ ടു 0. എക്സ് എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. ആ കോളം മെട്രിക്സിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ അതേ ഓർഡർ തന്നെ ആവണം. അതായത് ഇത് 2x2 മെട്രിക്സ് ആണ്. അപ്പം 2 അൺനോൺസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, 2 അൺനോൺസ് ആണ് കൊടുക്കേണ്ടത്. അൺനോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ് വൈ ഇസഡ് യൂസ് ചെയ്ത് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ x1 x2 x3 ആ രീതിയിൽ കൊടുക്കാം. ഞാൻ x1 x2 ആണ് യൂസ് ചെയ്യുന്നത്, കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിലൊക്കെ x1 x2 പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചൂസ് ചെയ്താൽ മതി. സോ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതണം എന്ന് തന്നെ നിർബന്ധമില്ല, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ടൈം എഴുതുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോർമുല എഴുതുകയാണ്. സോ ആദ്യം ലാംഡയ്ക്ക് 4 കൊടുക്കുക. ലാംഡയ്ക്ക് 4 കൊടുക്കുമ്പോൾ എ മൈനസ് 4i ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്താണ് 0. ഓക്കെ, എ മൈനസ് ലാംഡ ഐയുടെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഐഗൺ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ലാംഡയ്ക്ക് എന്ത് കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓൾറെഡി നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിട്ടുള്ള മെട്രിക്സിനകത്ത് ലാംഡയുടെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. ഓക്കെ, ഇൻറ്റു എക്സിന് പകരം x1 x2 കൊടുത്താൽ മതി. ഓക്കെ, 3/3 ആണെങ്കിൽ x1 x2 x3, 2/2 ആണെങ്കിൽ x1 x2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് നേരെ പോകാവുന്നതേ ഉള്ളൂ. എങ്കിലും ലോജിക്ക് ഒന്ന് പിടികിട്ടാൻ വേണ്ടി സംഭവം എന്താണെന്ന് ആദ്യം ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ എ മൈനസ് 4i, എ മൈനസ് ലാംഡ ഐ നമ്മുടെ കയ്യിലുണ്ട്. എ മൈനസ് 4i വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ലാംഡയുടെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി, 4 കൊടുത്താൽ മതി. സോ ലാംഡയ്ക്ക് 4 കൊടുക്കുമ്പോൾ എന്താണ് വരിക, 8 മൈനസ് 4 മൈനസ് 4 2 മൈനസ് 4 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കണം, x1 x2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്, 0 0. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കയറാം. വെൻ ലാംഡ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഡയഗണലിൽ ഈ ലാംഡയുടെ പ്ലേസിൽ 4 കൊടുത്താൽ മതി. ഇൻറ്റു x1 x2 ഈക്വൽ ടു 0. അത് നിങ്ങൾക്ക് നേരിട്ട് കയറാവുന്നതേ ഉള്ളൂ. ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് പർട്ടിക്കുലർലി ഏത് പേരിട്ട് വിളിക്കാം, ഒന്ന് ഓർത്തെടുത്തേ. ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ? റൈറ്റ് സൈഡ് 0 ആണെങ്കിൽ എന്താണ്, ഹോമോജീനിയസ് ആണ്. സോ ഈ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ്റെ റൂട്ട്സ് കറസ്പോണ്ടിങ് ടു ദിസ് ഇക്വേഷൻ ഈസ് വാട്ട് ഈസ് കോൾഡ് ഐഗൺ വെക്റ്റേഴ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് വരിക, 8 മൈനസ് 4 എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് 4 2 മൈനസ് 4 എന്ന് പറയുന്നത് എന്താണ്, -2. ക്ലിയർ ആണല്ലോ. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്, 0 0. യെസ്. ദെൻ ഇനി നിങ്ങൾ നോക്കുക, ഈ 2 ഇക്വേഷൻസ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസ് എഴുതാം അല്ലേ. ഇതിനെ റോ വൈസ് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് എഴുതാൻ അറിയാം. ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ് വരിക, 4x1 മൈനസ് 4x2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമുല വരിക. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതണോ വേണ്ടെന്ന് അറിയാനായിട്ട് ഇത് 2 ഇക്വേഷൻസും സെയിം ആയിട്ടാണോ കിട്ടുക എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അതായത് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് റോ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസും എഴുതണ്ട, ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. 2 ഇക്വേഷൻസും എഴുതണ്ട അപ്പോൾ, കാരണം 2 ഇക്വേഷൻസും സെയിം ആണ്. 2 റോസ് ആർ സെയിം എന്ന് പറയുന്ന കണ്ടീഷനാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ സെക്കൻഡ് റോവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 × 2 4 കിട്ടും, -2 × 2 -4 കിട്ടും. ശരിയല്ലേ? അപ്പം ഈ സെക്കൻഡ് റോയുടെ ഇരട്ടിയാണ് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഇക്വേഷൻസും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. സോ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്നുള്ളൂ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെൻറ്റ് 4 × x1 4x1 -4 × x2 -4x2 ഈക്വൽ ടു 0. ക്ലിയർ? ദെൻ ഇവിടുന്ന് നിങ്ങൾ ചെയ്യേണ്ടത് 4x1 ഈ -4x2 ഇപ്പുറത്ത് വരുമ്പോൾ ഈക്വൽ ടു 4x2 എന്നാവും. ഓക്കെ, ഇനി 4 ക്യാൻസൽ ചെയ്യാം, x1 ഈക്വൽ ടു x2 എന്നാവും. ശരിയല്ലേ? ഇനി നിങ്ങൾ x2ൻ്റെ കോയിഫിഷ്യൻറ്റ് x1ൻ്റെ താഴെ എഴുതണം. ഹിയർ x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, അത് x1ൻ്റെ താഴെ എഴുതണം. x2/x1ൻ്റെ കോയിഫിഷ്യൻറ്റ് x2ൻ്റെ താഴെ എഴുതണം. x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, അപ്പോൾ അത് നേരെ താഴെ എഴുതാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 3x1 ഈക്വൽ ടു 4x2 എന്നാണെന്ന് വിചാരിക്കാം. ചുമ്മാ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, x1/x2ൻ്റെ കോയിഫിഷ്യൻറ്റ് x1ൻ്റെ താഴെ എഴുതണം. x2/x1ൻ്റെ കോയിഫിഷ്യൻറ്റ് x2ൻ്റെ താഴെ എഴുതണം. x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്, അത് നേരെ താഴെ കൊണ്ടുവരിക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അത്രേ ഉള്ളൂ. x1/4 ഈക്വൽ ടു x2/3.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം വേറെ കോയിഫിഷ്യൻസ് വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ നമുക്ക് 1 ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. x1/1 = x2/1. ഈ x1ൻ്റെയും x2ൻ്റെയും താഴെ വരുന്ന നമ്പേഴ്സ് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുന്നതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ λ = 4 ഈസ്. ഇപ്പോൾ ഫസ്റ്റിലത്തെ ഐഗൺ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് x1 എന്ന് വിളിക്കാം. സോ അപ്പോൾ നമ്മുടെ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ശ്രദ്ധിക്കുക, ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു λ = 4 ഈസ് x1 എന്ന് വിളിക്കാം. കോളം മെട്രിക്സ് ആണ് 1 1. ഓക്കെ, സോ λ = 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ ഈ താഴെയുള്ള നമ്പേഴ്സ് ജസ്റ്റ് കോളമായിട്ട് എഴുതിയാൽ മതി, കോളം മെട്രിക്സ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? ഐഗൺ വെക്റ്റർ കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്കിനി λ = 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ച് നോക്കാം. സോ അപ്പോൾ നമുക്കിനി λ = 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ നോക്കാം. സോ വെൻ λ = 6, ശ്രദ്ധിക്കുക, λ 6 വരുമ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ a-6i × x = 0 എന്നൊക്കെ പറയുന്ന സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ലാംഡയ്ക്ക് 6 കൊടുക്കുകയാണ്. 6 കൊടുക്കുമ്പോൾ എന്താണ് വരിക? 8 - 6 - 4 2 2 - 6 ഇൻറ്റു 2/2 ആയതുകൊണ്ട് x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. 2/2 ആയതുകൊണ്ട് നമുക്കിങ്ങനെ നേരിട്ട് എഴുതാം. 3/3 ആണെങ്കിൽ x1 x2 x3 എന്നും കൂടെ വന്നേനെ. ഇതൊരു 3/3 മെട്രിക്സ് ആയേനെ. ആ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. പക്ഷേ ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുന്നതിന് കുറച്ച് ഇക്വേഷൻസും എക്സ്ട്രാ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് 3/3 ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. 2/2 നിങ്ങൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കാരണം നിങ്ങളുടെ ഇൻറ്റേർണൽ പരീക്ഷകളുണ്ടല്ലോ, നിങ്ങളുടെ കോളേജിലെ ഇൻറ്റേർണൽ എക്സാമിന് തീർച്ചയായിട്ടും 2/2ൻ്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്റ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട്. പബ്ലിക് എക്സാമിന് വർഷങ്ങളായിട്ട് 3/3 ആണ് ചോദിച്ചു വരുന്നത്, ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കൂടെ. പക്ഷേ നിങ്ങളുടെ സിലബസിൽ ഇത് എടുത്ത് പറയുന്നുള്ളത് കൊണ്ട് ഇൻറ്റേർണൽ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളിത് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. 8 - 6 എന്ന് പറയുന്നത് എന്താണ്? 8 - 6 എന്ന് പറയുന്നത് 2 ആണ്. -4 2 2 - 6 എന്ന് പറയുന്നത് എന്താണ്? -4. അപ്പോൾ ഇത് സെയിം ആണെന്ന് ഉള്ളതിന് ഒരു കൺഫ്യൂഷനും ഇല്ല. രണ്ട് റോസും സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡയറക്ട്ലി സെയിം ആണ്. കഴിഞ്ഞ കേസിലെ പോലെ 2 കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും വന്നില്ല. സോ x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് 2 × x1 2x1 -4 × x2 ഈക്വൽ ടു എന്താണ്? 0. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടും 2x1 ഈക്വൽ ടു 4x2 എന്ന് കിട്ടും. -4x2 ഇപ്പുറത്ത് വന്നാൽ നമുക്ക് 2ഉം 4ഉം കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും. x1 ഈക്വൽ ടു 2x2 എന്ന് കിട്ടും. x1/x2ൻ്റെ കോയിഫിഷ്യൻ്റ് താഴെ എടുക്കുക, x2/x1ൻ്റെ കോയിഫിഷ്യൻ്റ് താഴെ എടുക്കുക. ഓക്കെ, ഇത്രയുള്ള പരിപാടി. അപ്പോൾ x1 ഒരു നമ്പർ ഈക്വൽ ടു x2 ഒരു നമ്പർ, ആ ഒരു രീതിയിൽ നമുക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഐഗൺ വെക്റ്റർ എഴുതാൻ പറ്റും. ശരിയല്ലേ? സോ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ, ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു λ = 6 ഈസ്. രണ്ടാമത്തെ ഐഗൺ വാല്യൂ ആയിട്ട് നമുക്ക് x2 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ ആയതുകൊണ്ട് x2 എന്ന് കൊടുക്കാം. ആദ്യത്തെ ഐഗൺ വെക്റ്ററിന് നമ്മൾ x1 എന്നാണ് പേര് കൊടുത്തത്. സോ x2 ഈക്വൽ ടു 2 1 അല്ലേ? x1ന് താഴെയുള്ള നമ്പർ ആദ്യം എഴുതണം, x2ന് താഴെയുള്ള നമ്പർ രണ്ടാമത് എഴുതണം. സോ 2 1. ഇതാണ് നമ്മുടെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പം 2/2 മെട്രിക്സിൻ്റെ കേസിൽ ഐഗൺ വാല്യൂ ഐഗൺ വെക്റ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ 2/2 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ഐഗൺ വാല്യൂ ആൻഡ് ഐഗൺ വെക്റ്റർ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ആൻഡ് അതിനുശേഷം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മിസ് ചെയ്യരുത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ഒരു 2/2 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടികളിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, ഫസ്റ്റ് ജോലി എന്താണ്? ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ഐഗൺ മെട്രിക്സ് എഴുതണം. a - λi എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എലമെൻസിൽ നിന്ന്, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ കുറച്ചാൽ മതി. -5 - λ 2 2 -2 - λ
സെക്കൻഡ് ജോലി എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സോൾഡ് ഫോർമാറ്റ് 2/2ൻ്റെ കേസിൽ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. നെക്സ്റ്റ് ട്രേസ് ഓഫ് എ കണ്ടുപിടിക്കുക. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. -5 പ്ലസ് -2, അതായത് -5 -2 -7. ഓക്കെ. നെക്സ്റ്റ് ഡിറ്റർമിൻ്റെ ഇവാലുവേറ്റ് ചെയ്യുക. ഡിറ്റർമിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? -5 ഇൻറ്റു -2 പ്ലസ് 10 മൈനസ് 2 ഇൻറ്റു 2 4 ഈക്വൽ ടു എന്താണ്? 6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബേസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് -7 ആണ് ലാംഡ പ്ലസ് ഡിറ്റർമിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? 6 ഈക്വൽ ടു 0. സോ ലാംഡ സ്ക്വയർ രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു എന്താണ്? 0. സോ ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ സോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂട്ട്സ് ആണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ശ്രദ്ധിക്കുക, സമ്മും പ്രോഡക്റ്റും എടുത്ത് നോക്കാം. സമ്മ് എനിക്ക് 7 വരണം, പ്രോഡക്റ്റ് 6 വരണം. നമ്പേഴ്സ് പറയൂ. 6 1 ശരിയല്ലേ? 6 1 കൂട്ടിയാൽ 7 വരുന്നുണ്ട്, ഗുണിച്ചാൽ 6 വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ലാംഡ പ്ലസ് 6 ഇൻറ്റു ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. അവിടുന്ന് ലാംഡ -6 കിട്ടും, ലാംഡയുടെ വാല്യൂ -1 കിട്ടും. സോ അപ്പോൾ നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? -6ഉം -1ഉം ആണ് നമ്മുടെ ഐഗൺ വാല്യൂസ്. ഓരോ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആദ്യം ചെയ്യാം, അതിനുശേഷം -6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ കണ്ടുപിടിക്കാം കേട്ടോ, ഇഷ്ടമുള്ള ഓർഡറിൽ കണ്ടുപിടിക്കാം. സോ അപ്പോൾ നമുക്ക് നേരെ ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ നോക്കാം. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? -1. ശ്രദ്ധിക്കുക. സോ ഡയറക്റ്റ്ലി ഇവിടെ ലാംഡയുടെ പ്ലേസിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? -1 കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? -5 മൈനസ് -1 2 -2 -1 ഓക്കെ ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. ഓക്കെ. അപ്പോൾ ലാംഡയുടെ പ്ലേസിൽ ഞാൻ എന്ത് കൊടുത്തു? -1 കൊടുത്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് എന്താണ് വരിക? -5 പ്ലസ് 1 വരും, 2 -2 പ്ലസ് 1 വരും. ശരിയാണല്ലോ? രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നുമില്ലല്ലോ. ദെൻ നെക്സ്റ്റ് -5 പ്ലസ് 1 എന്താണ്? -4 2 -2 പ്ലസ് 1 എന്താണ്? -1 ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. യെസ്. ദെൻ ഇനി നിങ്ങൾ നോക്കുക, രണ്ട് ഇക്വേഷൻസ് എഴുതേണ്ട കേസസ് ഒരിക്കലും നിങ്ങൾക്ക് വരില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഇക്വേഷനേ വരുള്ളൂ 2/2ൻ്റെ കേസിൽ കേട്ടോ. 3/3യുടെ കേസിൽ നമുക്ക് പക്ഷേ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കേസുകൾ പഠിക്കാനുണ്ട്. 2/2 നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ എഴുതേണ്ട കേസ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ കേട്ടോ. സോ ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കുക, രണ്ട് ഇക്വേഷൻസ് എഴുതിയാലും അതിൻ്റെ എഫക്റ്റ് സെയിം ആവും. അതായത് ഇപ്പം നമ്മൾ റോ വൈസ് തിരിച്ചിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് എഴുതാം? -4x1 പ്ലസ് 2x2 ഈക്വൽ ടു എന്താണ്? 0. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവരും പഠിച്ചതാണ്. -4 × x1 -x1 പ്ലസ് 2 × x2 2x2 ഈക്വൽ ടു ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? 0. ദെൻ ഇനി നിങ്ങൾ നോക്കുക, സെക്കൻഡ് റോവിനെ ഒന്ന് -2 കൊണ്ട് ഗുണിച്ച് നോക്കൂ. സെക്കൻഡ് റോവിനെ -2 കൊണ്ട് ഗുണിച്ചാൽ 2 × -2 എനിക്ക് -4 കിട്ടുന്നുണ്ട്. -1 × -2 എനിക്ക് +2 കിട്ടുന്നുണ്ട്. സോ സെക്കൻഡ് റോനെ -2 കൊണ്ട് ഗുണിക്കുന്നതാണ് ഫസ്റ്റ് റോ. അതായത് സെക്കൻഡ് റോ സ്കെയിൽ ചെയ്താൽ എനിക്ക് ഫസ്റ്റ് റോ കിട്ടും. സോ അതുകൊണ്ട് തന്നെ രണ്ടും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോ അനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതിയാൽ മതി, ശരിയല്ലേ? സോ അവിടുന്ന് -4x1 ഈക്വൽ ടു -2x2 എന്ന് കിട്ടും. മൈനസ് ക്യാൻസൽ ആവും. 4x1 ഈക്വൽ ടു 2x2 എന്ന് കിട്ടും. 2 4 കട്ടായാൽ ഇവിടെ 2 വരും. 2x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. x1/x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1, x2/x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 2. ഇതാക്കാൻ എല്ലാവർക്കും അറിയാം. ഇതിന് അടുത്ത സ്റ്റെപ്പിൽ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു -1. നമ്മുടെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഐഗൺ വെക്റ്റർ x1 ഈക്വൽ ടു 1 2, ശരിയല്ലേ? സോ ഐഗൺ വെക്റ്റർ x1 ഈക്വൽ ടു എന്താണ്? 1 2.
x1ൻ്റെ താഴെ 1, x2ൻ്റെ താഴെ 2. സോ അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു -1, x1 ഈക്വൽ ടു 1, 2. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതുക കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ പിന്നെ അടുത്ത നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ലാംഡ ഈക്വൽ ടു -6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികളിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്കിനി ലാംഡ ഈക്വൽ ടു -6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? -6. ശ്രദ്ധിക്കുക, ഇവിടെ ലാംഡയുടെ പ്ലേസിൽ -6 കൊടുത്താൽ മതി. -5 -6 2 2 -2 -6 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0 0. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? -5 + 6 വരും, 2 2 -2 + 6 വരും, ഇൻറ്റു x1 x2 ഈക്വൽ ടു 0 0. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? 6 - 5 1 2 2 6 - 2 4. ശരിയാണല്ലോ. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. യെസ്. ഇനി നിങ്ങൾ നോക്കുക, ഫസ്റ്റ് റോവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് റോ കിട്ടുക. ശരിയല്ലേ? 1 × 2 ആണ് 2, 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ സ്കെയിൽ ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറയുന്നത്. സോ 1 × x1 എന്ന് പറയുന്നത് x1 പ്ലസ് 2 × x2 എന്ന് പറയുന്നത് എന്താണ്? 2x2 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി, 2 ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് എന്ത് കിട്ടും? x1 ഈക്വൽ ടു -2x2 എന്ന് കിട്ടും. ശരിയാണല്ലോ. x1/x2ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2 താഴെ എടുക്കുന്നു, x2/x1ൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 താഴെ എടുക്കുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ x1/x2 എന്ന് എനിക്ക് 2 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു -6 ചെയ്ത് നോക്കാം. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതട്ടാ, ഞാൻ പെട്ടെന്ന് കുത്തി വരച്ച പോലെയാണ് എഴുതുന്നത്. ലാംഡ ഈക്വൽ ടു -6 ഈസ്, രണ്ടാമത്തെ ഐഗൺ വെക്ടർ x2 എന്ന് പറയുന്നത് എന്താണ്? -2 1. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ഐഗൺ വെക്ടേഴ്സും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2/2 വന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. 3/3 ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന് 100% 7 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. 2/2 നിങ്ങളുടെ ഇൻറ്റേർണൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചു എന്നേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൺ വാല്യൂസ് നോക്കണം. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 15 പ്രോപ്പർട്ടീസ് കാണാൻ സാധിക്കും. അതിനകത്ത് 8 പ്രോപ്പർട്ടീസേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം അത് ആ 8 എണ്ണം പഠിച്ചാൽ മതി നിങ്ങൾ. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാവും അത് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ ആ ഒരു 8 പ്രോപ്പർട്ടീസ് നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം. ഐഗൺ വെക്ടറിൻ്റെ അല്ല, ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൺ വാല്യൂസ് ഒരു 8 എണ്ണം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൺ വാല്യൂസ്. 15 പ്രോപ്പർട്ടീസ് ഉണ്ട് ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സോടൊക്കെ ചേർത്ത്. പക്ഷേ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നതും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതുമായ 8 എണ്ണം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. സോ അപ്പോൾ നമുക്ക് ആ 8 എണ്ണം നോക്കാം. 8 എണ്ണം എഴുതാനുള്ള സ്ഥലമില്ല, അപ്പോൾ ആദ്യം 5 എണ്ണം എഴുതി 3 എണ്ണം നമുക്കത് കഴിഞ്ഞ് പഠിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് 1 നോക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് വലിയ ഭംഗിയൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം വായിക്കാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് 1, സം ഓഫ് ദി ഐഗൺ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ സം ഓഫ് ദി ഡയഗണൽ എലമെൻറ്റ്സ്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ 2 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളോട്. അതായത് ഒരു ഐഗൺ വാല്യൂസ് കൂട്ടുന്നതും നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് കൂട്ടുന്നതും സെയിം ആവും. ഓക്കെ, നിങ്ങൾക്കിപ്പം തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. നിങ്ങൾക്ക് കിട്ടിയ ഐഗൺ വാല്യൂസ് കൂട്ടി നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യനിലുള്ള പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടി നോക്കുക. രണ്ടും സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ സെക്കൻഡ് 1, പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്. തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയോളൂ. ഐഗൺ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയല്ലോ, നമ്മൾ 2/2 ആണ് ചെയ്തത്. ഐഗൺ വാല്യൂസ് ഗുണിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. എന്നിട്ട് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എന്താണെന്ന് നോക്കുക. ഡിറ്റർമിനന്റ് നമ്മൾ ആ ഫോർമുലയ്ക്ക് വേണ്ടി ഓൾറെഡി കണ്ടുപിടിക്കുന്നുണ്ട്, ശരിയല്ലേ? ആ ഡിറ്റർമിനന്റ് എന്താണെന്ന് നോക്കുക. രണ്ടും സെയിം ഉത്തരമായിരിക്കും. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും എടുത്ത് നോക്കിയോളൂ, ഐഗൺ വാല്യൂസ് തമ്മിൽ ഗുണിക്കുന്ന ഉത്തരവും ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ്. ദെൻ അടുത്ത ഐഗൺ വാല്യൂസ് ഓഫ് എ ആൻഡ് എ ട്രാൻസ്പോസ് ആർ സെയിം. അതായത്
ഒരു മെട്രിക്സ് നമ്മൾ ട്രാൻസ്പോസ് എടുത്തിട്ട് ഐഗൺ വാല്യൂ കണ്ടുപിടിച്ചാലും ഐഗൺ വാല്യൂസ് സെയിം ആവും. ഓക്കെ, ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്ക് ഈ ക്ലൂസ് ഒക്കെ ഉപയോഗിച്ച് ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അവരിങ്ങനെ 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ഓഫ് എ ട്രാൻസ്പോസ് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ഐഗൺ വാല്യൂസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? എയുടെ ഐഗൺ വാല്യൂസ് തന്നെ എഴുതിയാൽ മതി. എ ട്രാൻസ്പോസ് എടുത്ത് പിന്നെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. ലോജിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. If lambda is the eigenvalue of A, then lambda raised to n is the eigenvalue of A raised to n. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് 2. ഓക്കെ, ദെൻ ഈ എ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 2 സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എ ക്യൂബിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 2 ക്യൂബ് ആയിരിക്കും. അതായത് ഇവിടെ വരുന്ന അതേ നമ്പർ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതായത് ലാംഡ റൈസ് ടു എൻ ഈസ് ദ ഐഗൺ വാല്യൂ ഓഫ് എ റൈസ് ടു എൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഉദാഹരണം. ദെൻ അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ലാംഡ ഇസ് ദ ഐഗൺ വാല്യൂ ഓഫ് എ, ദെൻ കെ ലാംഡ ഇസ് ദ ഐഗൺ വാല്യൂ ഓഫ് കെ എ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് 4 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3a-യുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 3 × 4 ആയിരിക്കും. അതായത് 12 ആയിരിക്കും 3a-യുടെ ഐഗൺ വാല്യൂ. 6a-യുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 × 4 ആയിരിക്കും. ഓക്കെ, 5a-യുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × 4 ആയിരിക്കും. ഓക്കെ, അതാണ് 5ാമത്തെ പോയിന്റ് പറയുന്നത്. 3 പോയിന്റ്സ് കൂടെ ഉണ്ട്. 8 പോയിന്റ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. കാരണം 7 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ 8 പോയിന്റ്സിൻ്റെയും യൂസ് വരുന്ന പോലെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടാ, ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ 8 പോയിന്റ്സ് അറിയത്തില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് 8 എണ്ണമെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. കാരണം മാക്സിമം അത്ര ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതിനേക്കാൾ കുറവ് ചോദിക്കാനാണ്, 2-3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കാനാണ് സാധ്യത. എങ്കിലും മാക്സിമം പോയാൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നും 8 എണ്ണം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. സോ അപ്പോൾ നമുക്ക് ബാക്കി 3 പോയിന്റ്സ് നോക്കാം. സോ അപ്പോൾ നമുക്ക് 6ാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ഇഫ് ലാംഡ ഇസ് ദി ഐഗൺ വാല്യൂ ഓഫ് എ, ദെൻ ലാംഡ മൈനസ് കെ ഇസ് ദ ഐഗൺ വാല്യൂ ഓഫ് എ മൈനസ് കെ ഐ. സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് 5 എന്ന് വിചാരിക്കുക. 5 എന്ന് പറയുന്നത് ഒരു ഐഗൺ വാല്യൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ a-3i-യുടെ ഐഗൺ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ a-3i-യുടെ ഐഗൺ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ ഐഗൺ വാല്യൂവിൽ നിന്ന് ഐയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന നമ്പർ കുറച്ചാൽ മതി. 5 - 3 2 ആയിരിക്കും ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ a-3i-യുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 5 - 3 ആയിട്ടുള്ള 2 ആയിരിക്കും. ഓക്കെ, വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 6 ആണെന്നുണ്ടെങ്കിൽ a-3i-യുടെ ഐഗൺ വാല്യൂ എന്തായിരിക്കും? 6 - 3 3 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അപ്പോൾ 6ാമത്തെ ക്ലിയർ ആണ്. ദെൻ 7ാമത്തെ നോക്കാം. ഇഫ് ലാംഡ ഇസ് ദി ഐഗൺ വാല്യൂ ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയുന്നത്? ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആവുന്ന മെട്രിക്സുകളെയാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ അത് സിംഗുലർ മെട്രിക്സും, ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണെങ്കിൽ അത് നോൺ സിംഗുലർ മെട്രിക്സും ആണ്. അപ്പോൾ നമുക്ക് നോൺ സിംഗുലർ മെട്രിക്സിൻ്റെ കേസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. കാരണം നോൺ സിംഗുലർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ? കാരണം എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താണ്? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിൻ്റ് എ. അപ്പോൾ ഡിറ്റർമിൻ്റ് എ 0 ആയിക്കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 ഉത്തരം ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്നുള്ള കണ്ടീഷൻ അവർ എടുത്തു പറയുന്നത്. ദെൻ 1/λ ഇസ് ദ ഐഗൺ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ്. അതായത് എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/λ ആണ്. നമുക്ക് നോക്കാം. ഇപ്പം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് 6 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഈ 6ൻ്റെ റെസിപ്രോക്കലാവും. ഉൽക്രമം എന്ന് പറയും മലയാളത്തിൽ 1/6. ഓക്കെ, ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് 5ഉം 3ഉം 2ഉം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഐഗൺ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 1/5, 1/3, 1/2 ആയിരിക്കും. ഓക്കെ, റെസിപ്രോക്കലാണ് എടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എയുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് എ ഇൻവേഴ്സിൻ്റെയും കൂടെ ഐഗൺ വാല്യൂസ് എഴുതാൻ. അപ്പോൾ അത് മിസ് ചെയ്യരുത്. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കലാണ്. മലയാളത്തിൽ ഉൽക്രമം എന്ന് പറയും. ഉൽക്രമം, ഒരു സംഖ്യയും അതിൻ്റെ ഉൽക്രമത്തിൻ്റെയും തുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ദ്വിമാന സമവാക്യം എന്നൊക്കെ പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് വേണ്ടി ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സോ റെസിപ്രോക്കലാണ് നമുക്ക് ആൻസർ വരിക കേട്ടോ. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. 8ാമത്തെ പ്രോപ്പർട്ടി.
If lambda is the eigenvalue of A, then determinant A by lambda is the eigenvalue of adj A. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ adj Aയുടെ eigenvalue, adjoint of Aയുടെ eigenvalue. adjoint എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് adjoint എഴുതുക? ഓരോ എലമെൻസിൻ്റെയും കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് കോഫാക്ടർ മെട്രിക്സ് എഴുതി കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, അത് നിങ്ങൾ +2 പഠിച്ചതാണ്. 2/2 ആണെങ്കിൽ അഡ്ജോയിൻ്റ് എഴുതാൻ ഷോർട്ട് കട്ട്സ് ഉണ്ട്. 3/3 ആണെങ്കിൽ നമ്മൾ 9 എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടെ വലിയ യൂസ് വരുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. If lambda is the eigenvalue of A, then determinant A by lambda is the eigenvalue of adjoint A. ശ്രദ്ധിക്കുക, ഇപ്പം A എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ആണ് 5 എന്ന് വിചാരിക്കുക. എയുടെ ഡിറ്റർമിനൻ്റ് ആണ് 10 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അഡ്ജ് എയുടെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആയിട്ടുള്ള 10നെ എയുടെ ഐഗൺ വാല്യൂ ആയിട്ടുള്ള 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ആൻസർ എന്താണ് വരിക? 2 ആണ് അഡ്ജ് എയുടെ ഐഗൺ വാല്യൂ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേകതകളൊക്കെ അനുസരിച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യണം. ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, കാരണം എല്ലാ ടെക്സ്റ്റിലും പൊതുവായിട്ട് ഒരു ചോദ്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം, കാരണം പ്രോപ്പർട്ടീസായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത്. കാരണം ആ ഒരു ചോദ്യത്തിൽ തന്നെ എല്ലാം വരുന്നുണ്ട്, എല്ലാ പ്രോപ്പർട്ടീസും വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം 7 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കണം. ശ്രദ്ധിക്കാം, ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചോദിക്കണം നിർബന്ധമില്ല, മേ ബി ഒരു 4 എണ്ണമൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അത് 7 മാർക്കിൻ്റെ ചോദ്യമാവും. ശ്രദ്ധിക്കുക, ഇഫ് 2 is the eigenvalue of ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, 3/3 മെട്രിക്സ് ആണ്. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ച് വായിക്കണം. വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഡിറ്റർമിൻ്റ് A - λ = 0. 3/3 മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ λ³ മൈനസ് ട്രേസ് ഓഫ് A × λ² പ്ലസ് മൈനർ 1 പ്ലസ് മൈനർ 2 പ്ലസ് മൈനർ 3 × λ മൈനസ് ഡിറ്റർമിൻ്റ് A = 0 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യരുത്. വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഫൈൻഡ് ദ അതർ ഐഗൺ വാല്യൂസ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ഓഫ് നമുക്ക് 1 2 3 4 5 6 6 സംഭവങ്ങൾ തരുന്നുണ്ട്. ശ്രദ്ധിക്കുക. യെസ്, അപ്പോൾ നമുക്ക് വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഐഗൺ വാല്യൂസിനെ λ1 λ2 λ3 എന്ന് എടുക്കാം. ലെറ്റ് λ1 λ2 λ1 എന്ന് പറയുന്നത് ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് അത് 2 എന്ന് എടുക്കാം. ബാക്കി ഐഗൺ വാല്യൂസ് λ2 എന്നും λ3 എന്നും എടുക്കാം. λ2 ആൻഡ് λ3. ഓക്കെ, ബി ദി ഐഗൺ വാല്യൂസ്. λ1 ഒരെണ്ണം 2 അവർ തന്നിട്ടുണ്ട്, ഒരു ഐഗൺ വാല്യൂ 2 തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഫൈൻഡ് ദി ഐഗൺ വാല്യൂ ഓഫ് if 2 is the eigenvalue of this matrix without using characteristic equation, find other eigenvalues. മറ്റുള്ള ഐഗൺ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ മറ്റുള്ള ഐഗൺ വാല്യൂസ് λ2 എന്നും λ3 എന്നും വിളിക്കുന്നു. നമുക്കറിയാം ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് ഐഗൺ വാല്യൂസ് λ1 പ്ലസ് λ2 പ്ലസ് λ3 ഈക്വൽ ടു സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ ആഡ് ചെയ്യുന്നതായിരിക്കും, അതായത് 3 + 5 + 3. സോ λ1ൻ്റെ പ്ലേസിൽ 2 കൊടുക്കാം. 2 + λ2 + λ3 ഈക്വൽ ടു 3 3 6 5 11. അവിടുന്ന് λ2 + λ3 ഈക്വൽ ടു 11 - 2 ഈക്വൽ ടു 9. സോ λ2 + λ3 എനിക്ക് എന്ത് കിട്ടി? 9 കിട്ടി. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഡിറ്റർമിനൻ്റ് ചെയ്ത് നോക്കാം. 3 × 3 ഉള്ള റോയും കോളവും കളഞ്ഞിട്ട് 3 5 15 മൈനസ് -1 × -1 +1. രണ്ടാമത് വരുന്ന -1 ആണ്, അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് +1 ആക്കണം. ഡിറ്റർമിനൻ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ ആ റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനൻ്റ് -1 × 3 -3 -1 × -1 -1 -1
പ്ലസ് 1 ഇൻറ്റു 1 ഉള്ള റോയിങ് കോളം എലിമിനേറ്റ് ചെയ്യുക. -1 ഇൻറ്റു -1 +1 -1 ഇൻറ്റു 5 എന്താണ് 5 ഈക്വൽ ടു 3 ഇൻറ്റു 14 -3 +1 വരും അല്ലേ. -3 +1 എന്താണ് -2 1 -5 എന്താണ് -4 ഈക്വൽ ടു 3 4 12 2 ശിഷ്ടം 1 3 1 4 -2 -4 കൂടെ -6 42 6 പോയാൽ 36. സോ ഡിറ്റർമിൻ്റ് എന്ന് പറയുന്നത് എന്താണ് 36. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിൻ്റ് ഓഫ് ദ മെട്രിക്സ്. ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഡിറ്റർമിൻറ്റിന് തുല്യമാണ് സെക്കൻഡ് പ്രോപ്പർട്ടി അനുസരിച്ച്. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്താണ് λ1 λ2 λ3 ഈക്വൽ ടു ഡിറ്റർമിൻ്റ് എന്താണ് 36 ഇംപ്ലൈസ് λ1ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. λ1 എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. 2 ഇൻറ്റു λ2 λ3 ഈക്വൽ ടു 36 ഇംപ്ലൈസ് λ2 λ3 ഈക്വൽ ടു 36/2 വരും. 36/2 എന്താണ് 18 അല്ലേ 18. ഇക്വേഷൻ നമ്പർ 2 λ2 പ്ലസ് λ3 9ഉം λ2 ഇൻറ്റു λ3 18. ഓക്കെ, നിങ്ങൾ തന്നെ പറയൂ. ഇത് ഒരുപാട് രീതിയിൽ സോൾവ് ചെയ്യാം. നമുക്ക് 7 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ ലെങ്തി പ്രൊസീജിയേഴ്സ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലും അവർ സോൾഡ് ആയിട്ട് കാണിക്കുന്നില്ല. അതായത് ലെങ്തി പ്രൊസീജിയർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് പറയുന്നില്ല. അതായത് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒരുപാട് ലെങ്തി അല്ല, ഒരു പേജിനുള്ളിൽ ചെയ്തെടുക്കാമെങ്കിൽ പോലും ഒരുപാട് രീതിയിൽ ചിന്തിക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് λ2ന് പകരം 9 - λ3 കൊടുത്തിട്ട് അത് ഇവിടെ കൊടുക്കാം. അപ്പോൾ എനിക്ക് λ3യുടെ ടേംസിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അത് -b +or- യൂസ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ a+bയും ab-യും a-bയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് a-b അഥവാ λ2 - λ3 കണ്ടുപിടിച്ചിട്ട് λ2 + λ3യും λ2 - λ3യും കൂടെ സോൾവ് ചെയ്തിട്ട് λ2ഉം λ3യും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 സംഖ്യകൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 9 വരണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 വരണം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 2 നമ്പേഴ്സ് എല്ലാം അങ്ങനെ വരുന്നുള്ളൂ, ശരിയല്ലേ? 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം എനിക്ക് 9 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 18 കിട്ടണം. ഏതാണ് നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു? ഏതാണ് നമ്പേഴ്സ്? 6ഉം 3ഉം, ശരിയല്ലേ? സോ അങ്ങനെ തന്നെ ചൂസ് ചെയ്യാം. λ2 3 ആയിട്ട് എടുക്കാം, λ3 6 ആയിട്ട് എടുക്കാം. ഓക്കെ, 6 3 9 കറക്റ്റായിട്ട് ആഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18ഉം വരുന്നുണ്ട്, ശരിയല്ലേ? λ2 + λ3 9ഉം λ2 × λ3 18ഉം. പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. λ1 ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, എന്താണ് 2. അപ്പോൾ ഇത് 3ഉമാണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഐഗൺ വാല്യൂസ്, ഈ ഐഗൺ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഇവർ പറയുന്ന എല്ലാ ഐഗൺ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്കിനി അതിൻ്റെ പരിപാടികളിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് എയുടെ ഐഗൺ വാല്യൂസ് കിട്ടിയായിരുന്നു. എയുടെ ഐഗൺ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 2 3 6. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവർ ചോദിച്ചിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ a³ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം, ഐഗൺ വാല്യൂസ് ഓഫ് എന്ന് എഴുതണം കേട്ടോ. ഐഗൺ വാല്യൂസ് ഓഫ് a³. അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഐഗൺ വാല്യൂസ് ഓഫ് എന്ന് എഴുതിക്കോണം. ഇപ്പോൾ a³ ഐഗൺ വാല്യൂസ് എന്താ വരിക? 2³ 3³ 6³ പ്രോപ്പർട്ടി അനുസരിച്ച്, ശരിയല്ലേ? 2³ എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനൽ ഉത്തരം വേണം എഴുതാൻ, ഇങ്ങനെ എഴുതി നിർത്താൻ പാടില്ല. 2³ എന്ന് പറയുന്നത് 8, 3³ 27, 6³ 216. ഓക്കെ, 6³ 216 ഒക്കെ കീം പഠിച്ചവരും JEE പഠിച്ചവരും ഒക്കെ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. എന്താണ് 6³ 216ൻ്റെ പ്രത്യേകത? ഒരു ഡൈ 3 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ്. എല്ലായ്പ്പോഴും കീമിനും JEEക്കും ഒക്കെ വരുന്ന ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ 216 ആണ് ആൻസർ വരിക. ദെൻ അടുത്ത ഐഗൺ വാല്യൂസ് ഓഫ് A∧. അപ്പം A∧ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നതും എയുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നതും സെയിം ആണെന്നാണ് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടി. അപ്പം എയുടെ ഐഗൺ വാല്യൂസ് തന്നെ 236 തന്നെ. നെക്സ്റ്റ് ഐഗൺ വാല്യൂസ് ഓഫ് A∧ ഐഗൺ വാല്യൂസ് എന്താണ്? റെസിപ്രോക്കൽ എടുക്കണം അല്ലേ? എയുടെ ഐഗൺ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/2 1/3 1/6. അടുത്തത് 5യുടെ ഐഗൺ വാല്യൂസ്. 5യുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെല്ലാം 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 × 2 5 × 3 5 × 6. ആൻസർ എന്താണ് വരിക? 10 15 30. അടുത്ത ഐഗൺ വാല്യൂസ് ഓഫ് A-3i. A-3iയുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ
ഐഗൺ വാല്യൂസിൽ നിന്നെല്ലാം 3 കുറച്ചാൽ മതി. 2 - 3, 3 - 3, 6 - 3. അപ്പോൾ എന്താണ് വരിക? -1, 0, 3. നെക്സ്റ്റ് ഐഗൺ വാല്യൂസ് ഓഫ് അഡ്ജ് എ. അഡ്ജ് എയുടെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് എയെ ഐഗൺ വാല്യൂസ് കൊണ്ട് ഹരിച്ചാൽ മതി. ഡിറ്റർമിനൻ്റ് എ ഓൾറെഡി കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു ഡിറ്റർമിനൻ്റ് എ? എന്തായിരുന്നു? 36 ആയിരുന്നു നമ്മുടെ ഡിറ്റർമിനൻ്റ് എ. ആ 36 കൊണ്ട് ഇതിനെല്ലാം ഹരിച്ചാൽ മതി. ശരിയല്ലേ? സോ 36/2. പ്രോപ്പർട്ടി എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പഠിപ്പിച്ചല്ലേ ഉള്ളൂ. 36/3, 36/6. ആൻസർ എന്താണ് വരിക? 36/2 എന്ന് പറയുമ്പം 18 അല്ലേ? 36/3 എന്ന് പറയുമ്പോൾ 12, 36/6 എന്ന് പറയുമ്പോൾ 6. സോ 18ഉം 12ഉം 6ഉം ആണ് എന്തിൻ്റെ ഐഗൺ വാല്യൂസ്? അഡ്ജയുടെ ഐഗൺ വാല്യൂസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3/3 ആണ് കേട്ടോ. 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 7 മാർക്കിന് ഓർമ്മ. ഷുവർ ക്വസ്റ്റൻ ആണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ചോദ്യമായിട്ട് കാണാം. ഓക്കെ, ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.